ഹലോ വെൽക്കം ടു ലൈക്ക് വെക്കേണ്ടില്ല. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞങ്ങളുടെ റബേക്ക മോളുടെ മെയ് 3 നടന്ന ഫസ്റ്റ് കമ്മ്യൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറേ വൈകി ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട്, കുറച്ചധികം തിരക്കിലായിപ്പോയി കേട്ടോ. അപ്പോൾ റബേക്ക കുട്ടിയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയാണ്, ബെറ്റി ചേച്ചി. ചേച്ചി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്തു തന്നു. നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അവളെ മേക്കപ്പ് ചെയ്തതും ഹെയർ സ്റ്റൈൽ ചെയ്തതും ഒക്കെ സാറ മോളാണ്. അപ്പോൾ പാർലറിലൊന്നും പോകാണ്ട് നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റി. മണിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ടൈം ആണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് ഭക്ഷണം കൊടുക്കാതെ രാവിലെയൊക്കെ എഴുന്നേപ്പിച്ചൊക്കെ വിടേണ്ടി വന്നേനെ. ഇത് നല്ല രസമായിട്ട് സിമ്പിളായിട്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സാറമോൾ ചെയ്തു കേട്ടോ. തലേ ദിവസം തന്നെ ഡാഡിയുടെ മറയൂരാണല്ലോ ഡാഡിയുടെ വീട്. അപ്പോൾ അവിടുന്ന് ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ രാത്രി കിടക്കാനായിട്ട് മമ്മിയും ഡാഡിയും താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് രാവിലെ വന്നു. റബേക്ക കുട്ടി രസമായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അതിന് മുന്നേ തന്നെ ഞാൻ റബേക്ക മോൾക്കും സാറയ്ക്കും എമ്മിക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർ റെഡിയാവുന്ന സമയത്ത് തന്നെ. പിന്നെ ഡാഡി മറയൂരിൽ നിന്ന് വന്ന് നമ്മളുടെ അങ്കിൾമാർക്കൊക്കെ അവർക്കെല്ലാവർക്കും ഡാഡിയും ഞാനും കൂടെ ഫുഡൊക്കെ എടുത്തു കൊടുത്തു. അവരെല്ലാവരും കഴിച്ചു. എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ഈ ഫുഡ് കഴിക്കുന്നൊരു കാര്യമാണ് പ്രശ്നം. ഒന്നാമത് ആ സമയത്തൊന്നും നമുക്ക് വിശക്കില്ല, അല്ലെങ്കിൽ ഇത് തിന്നാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റിയില്ല. വിശപ്പും ഉണ്ടായിരുന്നില്ല അന്ന് മുഴുവൻ. റബേക്കയെ ഡ്രസ്സ് ചെയ്യിച്ചതിന് ശേഷം നമ്മുടെ എമ്മിക്കുട്ടീനെയും കൂടെ സാറമോൾ ഒരുക്കി. എന്നിട്ടാണ് അവൾ ഡ്രസ്സ് ചെയ്യാൻ പോയത്. അതുകൊണ്ട് തന്നെ റബേക്കയുടെ പ്രയറിൻ്റെ സമയത്ത്, അതുപോലെ പ്രയർ കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ ആ സമയത്തൊന്നും സാറക്കുട്ടിക്ക് ഉണ്ടാകാൻ പറ്റിയില്ല. അവൾ ആ സമയത്താണ് ഡ്രസ്സൊക്കെ മാറാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്തുതി കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തു. നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വന്നു. അവർ ഫാമിലി ആയിട്ട് വന്നു. അതും ഒരു ബ്ലെസ്സിങ് ആയി. കാരണം റബേക്ക മോളെന്ന് പറഞ്ഞാൽ തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും ഒരു വലിയൊരു ഫാനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അവർ വന്നെങ്കിലും ഒന്ന് നന്നായിരുന്നു. ആ സമയത്ത് തന്നെ അവരെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പള്ളിയിലേക്കൊക്കെ പോയത്. രാവിലെ തന്നെയായിരുന്നു നമ്മുടെ പള്ളിയിൽ മാസ്. അതായത് 8:30ക്കാണ് ഹോളി മാസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ 8 മണിക്ക് നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കണമായിരുന്നു. ഇതാണ് തലതൊട്ടമ്മ. അപ്പം നിമ്മി എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അത് വലിയൊരു എന്താ പറയുക, വലിയൊരു അടുപ്പമാണ് ആ ഒരു റിലേഷൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നമ്മുടെ തൊട്ടടുത്താണ് പള്ളി. അപ്പോൾ എന്നാലും നമ്മൾ ഈ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ നടന്നു പോകില്ലല്ലോ, എല്ലാവരും വണ്ടിയിലല്ലേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് തന്നെയാണ് ഞാനും ഡോപ്പിയും റബേക്കനെയും കൊണ്ട് പോയത്. ബാക്കിയുള്ളവരെല്ലാവരും നടന്നിട്ട് വന്നു. 11 പിള്ളേരാണ് ഞങ്ങളുടെ പള്ളിയിലുള്ളത്. 11 പിള്ളേരേ ഉള്ളൂ. ചെറിയൊരു ഇടവകയാണ്, 101 പേരുള്ള ഒരു കുഞ്ഞിടവകയാണ്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം ഒരു ടെൻഷനിലൂടെയാണ്, ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണല്ലോ അതിങ്ങനെ കടന്നു പോകുന്നത്. എന്നാൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. വർഷങ്ങളായിട്ട് കാത്തിരുന്നൊരു ദിവസമാണ് ഇവളുടെ ഹോളി കമ്മ്യൂണിയൻ. ഇവൾ ഒരുപാട് ആഗ്രഹിച്ചിങ്ങനെ ഇരുന്നൊരു ദിവസമാണ്. സാറമോളുടെ ഹോളി കമ്മ്യൂണിയൻ നടക്കുമ്പോഴേ ചോദിക്കുമായിരുന്നു എൻ്റെതെന്നാണെന്ന്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഇറങ്ങി. ഡോപ്പി കാറ് പാർക്ക് ചെയ്യാൻ പോയി. ഞാൻ കൊച്ചിനെയും കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇത് ഞങ്ങളുടെ വികാരി അച്ഛനാണ്, വിപിൻ മാളിയക്കൽ. അപ്പം അച്ഛൻ അവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ പോയിരുന്നു. ഇവരുടെ കാറ്റക്കിസം ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് എമിലി, നമ്മുടെ റബേക്ക മോൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ ക്ലാസ്സിൽ വെച്ച് കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ. നല്ലൊരു കുഞ്ഞാണ് അവളും. എപ്പോഴും വീട്ടിലൊക്കെ വരും, ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് അവൾ വരാറുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇവിടെ ഇരുത്തി അവരൊന്ന് റിലാക്സ് ചെയ്യിച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ പള്ളിയിലത്തെ അവർ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു കൊടുക്കും. അച്ഛനെല്ലാം കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു. അച്ഛനും ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ കസിനായിട്ടുള്ള അച്ഛനും പിന്നെ ഞങ്ങളുടെ സ്വന്തം തോമസൻ അച്ഛനും 3 പേരാണ് ഉണ്ടായിരുന്നത് നമ്മളുടെ ഈ ഒരു കുർബാനയ്ക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും പിന്നെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തും. കുഞ്ഞുങ്ങളെ നടുക്ക് നിർത്തും. അപ്പനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും നടക്കണം. എന്നിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഡോപ്പി നമുക്ക് വേറെ ക്യാമറയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഓരോ ക്യാമറാമാൻമാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ക്യാമറ നമ്മൾ തന്നെയാണ്. അപ്പം ഡോർഫിനും സാറയും മാറി എടുത്തത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു എൻട്രൻസ് ഡാൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. പ്രതിവചന സങ്കീർത്തനം പാടിയത് നമ്മുടെ റബേക്ക മോളാണ് കേട്ടോ. അവൾ ആദ്യമായിട്ട് പാടും. ജീവ
ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ റബേക്ക പാടുന്ന മാത്രമല്ല അവൾ വായിക്കാനൊന്നും പള്ളിയിൽ അങ്ങനെ കയറാറൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. കാഴ്ചവെപ്പിനൊക്കെ നിൽക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ദിവസം അവളായിരുന്നു ആരതിയും പ്രതിവേദന സങ്കീർത്തനം പാട്ടും. ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ ഇവളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പള്ളിയിൽ നിർത്തുക. അപ്പോൾ ഇവൾക്ക് ഹൈറ്റ് കുറവായിരുന്നുകൊണ്ട് ഞാനും ഡോർഫിനായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസിൻ്റെ ഭാഗത്ത് ഞങ്ങളായിരുന്നു ഫസ്റ്റ് റോയിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തന്നെ ഈ സ്വന്തമായിട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം ഞങ്ങൾ ഫോട്ടോ ദിവ്യഗാനം സ്വീകരിക്കുന്ന കുഞ്ഞു ദിവ്യഗാനം സ്വീകരിക്കുന്ന ഫോട്ടോയൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഫോട്ടോഗ്രാഫറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ ഞങ്ങൾക്ക് എടുത്തു തന്നു. അതൊരു വലിയ ഭാഗ്യമായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഉത്തരിയെ വിട്ട് കൊടുക്കും, സ്കാപ്പുലർ. അപ്പോൾ അതാണ് ഈ ചടങ്ങ് കേട്ടോ. അപ്പം അച്ഛന്മാർ 3 പേരും അതുപോലെ അവരെ പഠിപ്പിച്ച കാറ്റീസും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഓരോ കുട്ടികളും പേരൻസും കൂടെ മുന്നിലേക്ക് ചെന്ന് ഓരോരുത്തർക്കും സ്കാപ്പുലറും അതുപോലെ കൊന്തയും ബൈബിളും അങ്ങനെ കൊടുക്കും. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമ്മളുടെ കേക്കിൻ്റെ കഥ ഒരു കോമഡിയാണ്. ഞങ്ങൾ ഹോളി കമ്മ്യൂണിയൻ ഒരു കേക്ക് വാങ്ങാൻ ചെന്നപ്പോൾ 2300 രൂപയാണ് 1 കിലോൻ്റെ ഒരു കേക്കിന് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ടൊരു സാധാരണ 1 kg കേക്ക് വാങ്ങിച്ചു, പ്ലെയിൻ ആയിട്ട് റെഡിയാക്കി. എന്നിട്ട് നമ്മൾ ഫ്രഷ് ഫ്ലവർ വാങ്ങിയിട്ട് സാറ് മോളത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നമ്മളൊരു ഹോളി കമ്മ്യൂണിയൻ്റെ കേക്ക് എന്നൊക്കെ പറഞ്ഞ് പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ് ഇത്ര റേറ്റ് ആവും. 2000 വാങ്ങാത്തത് ചിലപ്പോൾ 1000 ആയെന്നിരിക്കും. ഇത് ഞങ്ങൾക്ക് വെറും 600 രൂപയാണ് ഈ കേക്കിനായത്. ഈ ഫ്ലവറിനെല്ലാം കൂടെ ചിലപ്പോൾ ഒരു 100 രൂപ ആയി കാണും. കാരണം ഒരു 5 6 8 റോസ് ഫ്ലവേഴ്സേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 100 രൂപ ആയിക്കണം. അങ്ങനെ ഒരു 700 രൂപയിൽ താഴെയാണ് ഞങ്ങളുടെ ഈ കേക്കിനായത് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല രസമായിട്ടത് സാറമോൾ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബന്ധുക്കൾ ഓരോരുത്തരൊക്കെ ആയിട്ട് എത്താൻ തുടങ്ങി. ഒരുപാട് പേരെയൊന്നും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിച്ചവരെ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ ഒരു 100 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ 100 പേരിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ പലരും വന്നില്ല കേട്ടോ. കുറേ പേരൊന്നും വന്നില്ല. അടുത്ത ബന്ധുക്കൾ തന്നെ ഉണ്ടായുള്ളൂ. അതിൻ്റെ വേറൊരു ബ്ലെസ്സിങ് കൂടെ കിട്ടുന്നത് അച്ഛനുണ്ടല്ലോ. എല്ലാവരുടെയും വീട്ടിൽ, എല്ലാ കുഞ്ഞുങ്ങളുടെ വീട്ടിലും അച്ഛൻ ചെല്ലും. നമ്മുടെ ഇത് കറക്റ്റായിട്ട് ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛൻ വരാനും അച്ഛൻ്റെ ഒരു പ്രേയർ ഞങ്ങൾക്ക് കിട്ടാനൊക്കെ ഒരു ഭാഗ്യമുണ്ട്. കുർബാന കഴിഞ്ഞ ഉടനെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മമ്മിയുടെ അമ്മച്ചീനെ കാണാൻ, കുഞ്ഞിനെ സ്തുതിയൊക്കെ കൊടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോയി. പിന്നീട് അച്ഛൻ വന്നത് കറക്റ്റ് ആ സമയത്തായിരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടിയത്. അങ്ങനെ അത് കൊച്ചിനും വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു കേട്ടോ അത്. അപ്പം നമ്മൾ കുറച്ച് ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഒരുവിധം ബന്ധുക്കളൊക്കെ വന്നപ്പോഴാണ് നമ്മളങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ നടത്തി. അതിന് ശേഷം പിന്നെ നമ്മളുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമും. അപ്പം ആദ്യം ഞങ്ങൾ ഡിഷ് ആക്കാമെന്ന് വെച്ചാൽ അപ്പം, സ്റ്റൂ, ചോറ്, കറി അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീടത് മാറ്റി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനിലേക്കും എത്തുമായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചോറും കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ചിലർ ചോറ് കഴിക്കുന്നവരായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരുമായിട്ടും ഫോട്ടോ എടുത്തു. വന്ന എല്ലാ കസിൻസുമായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ എല്ലാം ഫോട്ടോ എടുക്കാനും എല്ലാം അത് അധികം ആളുകൾ നമുക്ക് അങ്ങനെയൊക്കെ ഓർത്തോർത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പരിപാടി നല്ല സന്തോഷമായിട്ടും നല്ല രീതിയിലും നമുക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മൾ മുകളിലാണ് പന്തലൊക്കെ ഇട്ടത്. അതൊക്കെ ഞാൻ ഷോർട്സിലിട്ടതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. വൈകുന്നേരം ആയപ്പോഴേക്കും രാത്രി ആയപ്പോഴാണ് മമ്മി ഡാഡി നമ്മുടെ ആൻറ്റിമാർ അങ്കിൾമാരൊക്കെ പോയത്. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പോയി ബലൂണൊക്കെ എല്ലാം ആളുടുപ്പൊക്കെ മാറി പിന്നെ ബലൂണെല്ലാം കയറ്റി അകത്ത് കയറ്റി ആ ബെഡ്റൂമിൽ നിറച്ചു കിട്ടോ. പിന്നെ രാത്രി ഒരു കണക്കിനാണ് ഞാനത് പുറത്തെടുത്തത്. രാത്രി ഇടക്കിടക്ക് പൊട്ടുമല്ലേ, ബോംബ് പൊട്ടുന്ന പോലത്തെ സ്വരമായിരുന്നു. കാരണം ഒരു പ്രത്യേക ടൈപ്പ് ബലൂണായിരുന്നല്ലോ. സാൻറ്റയും ചേച്ചിയൊക്കെ എല്ലാവരും പോവായിരുന്നു. അപ്പോൾ ഇനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്തേക്കണേ.